ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ 2024 എടുത്തൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ഇത്. ലാസ്റ്റ് ഇയർ നമ്മൾ ദുബായിൽ നിന്ന് വന്നിട്ട് ഫെബിൽ പോയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണിത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വർക്കലയായിരുന്നു. അവിടുന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ അവിടെ നിന്ന് വർക്കലയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ വാഗമൺ പോവാണ് കേട്ടോ. കൊല്ലത്തുനിന്ന് നേരെ പത്തനംതിട്ട നമ്മൾ എത്തുമ്പോൾ നല്ല ലേറ്റ് ആയിരുന്നു. സ്റ്റേ ഒന്നും നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തിരുന്നില്ല കേട്ടോ. അവിടെ ചെന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഭാഗ്യത്തിന് നല്ലൊരു സ്പോട്ട് തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് റെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എഴുന്നേറ്റു. നമ്മളൊരു വില്ല റിസോർട്ടായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് മൈൻഡൊക്കെ റിലാക്സായി പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ അത്. വാഗമൺ, മൂന്നാറൊക്കെ പോകാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ ദർ. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ നിന്ന് പോയൊരു ട്രിപ്പ് വാഗമണിലേക്കായിരുന്നു കേട്ടോ. അന്ന് അത് ഒരു ബോയ്സ് ട്രിപ്പായിരുന്നു. അപ്പോൾ അന്ന് അവരുടെ പിക്കൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതാണ് എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങോട്ടേക്ക് പോകണമെന്ന്. കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ ചെന്ന് നമ്മൾ കഴിച്ചത് അപ്പം എഗ് റോസ്റ്റ് ആയിരുന്നു. വാഗമണിൽ കാണാൻ പറ്റിയ കുറേ സ്പോട്ടുകൾ നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് മാക്സിമം ഇന്ന് തന്നെ കവർ ചെയ്യണം. കാരണം ഇന്ന് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ രണ്ടാളും റെഡിയായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ കുറേ പിക്സൊക്കെ എടുത്തു. ആ മേളിലോട്ട് ഇങ്ങനെ കയറി പോകുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം ഭയങ്കര സ്ലിപ്പാവുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത്. പക്ഷെ എന്തുകൊണ്ടോ ആ ഭാഗത്തു നിന്ന് എടുത്ത പിക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വാഗമൺ ലേക്കിലേക്കായിരുന്നു. ആ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ആക്ച്വലി ആ ട്രെയിനിൻ്റെ ആ ഒരു മോഡൽ ചെയ്തിരിക്കുന്ന ശരിക്കും ഒരു ഹോട്ടലാണ്. വാഗമൺ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ഇമേജാണ് കേട്ടോ ഇത്. പിക്കിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഭാഗം. അവിടെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ എൻട്രി ഫീസും ഉണ്ട് കേട്ടോ. നല്ല വെയിലുള്ളത് കൊണ്ട് നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോകാൻ നിന്നില്ല. പുറത്തുള്ള ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ പാരാഗ്ലൈഡിങ്സ് കുറേ ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് കാണാൻ വരുന്ന മറ്റൊന്നാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലവും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ചെന്ന ഉടനെ അവിടെ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് അതിൻ്റെ ഫീ നമ്മൾ അവിടെ അടച്ചിട്ട് ടിക്കറ്റ് അവിടെ നിന്ന് കളക്ട് ചെയ്യണം. അതിനുശേഷം ഏത് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം. നമ്മുടെ മെയിൻ ഉദ്ദേശം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുക എന്നായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിൽ വെറും ഒരു 5 മിനിറ്റിൽ താഴെ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എനിക്ക്. എന്നാൽ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ അവിടെ ചെന്ന് വേഗം ഫോട്ടോസ് എടുത്തു. പൊതുവെ ഹൈറ്റ് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. പക്ഷേ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് പോകുന്ന വഴിക്ക് ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചായയും ഈ സ്നാക്സൊക്കെ കഴിച്ചു.
അങ്ങനെ ഓൾ ഓവർ ഈ വാഗമൺ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ട്രിപ്പ് എൻ്റെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരെണ്ണമായിരിക്കും കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഐ വാസ് 2 വീക്ക് പ്രഗ്നൻ്റ് എന്നുള്ളത്. ഫ്യൂച്ചറിൽ എൻ്റെ ബേബിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മെമ്മറി ആയിരിക്കും ഈ ട്രിപ്പ്. അങ്ങനെ വാഗമണിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ.